നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേരളത്തിന്റെ കഥകളി പാരമ്പര്യത്തെ ലോകത്തിനു മുന്നിലെത്തിച്ച നടനവിസ്മയം കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി സന്ദർശനം നടത്തി. സാംസ്കാരിക രംഗത്തെ അതികായനുമായുള്ള സൗഹൃദം പുതുക്കാനായിരുന്നു സന്ദർശനം. MA ബേബിക്കൊപ്പം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി KS സുഭാഷ് എന്നിവരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK പ്രഭാകരൻ, AS കുട്ടി, V കൃഷ്ണകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന് ഗോപി ആശാൻ നൽകിയ സംഭാവനകളെ MA ബേബി പ്രശംസിച്ചു. ആശാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും നിലവിലെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സ്നേഹപൂർവ്വം ചോദിച്ചറിഞ്ഞു. സന്ദർശനത്തിനെത്തിയ നേതാക്കളെ പൊന്നാട അണിയിച്ച് ഗോപി ആശാൻ ആദരിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ കലാകാരന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരമായി ഈ കൂടിക്കാഴ്ച മാറി. സാംസ്കാരിക ലോകവും പൊതുസമൂഹവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ സന്ദർശനം. പച്ചവേഷങ്ങളിലൂടെ കഥകളിയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച കലാമണ്ഡലം ഗോപി ആശാൻ പത്മശ്രീ അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മഹാനായ കലാകാരനാണ്. അതെനിക്കറിയാം. അപ്പം ഇവിടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, അതിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയുമെന്ന് അന്വേഷിക്കുന്ന നല്ലതാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പം അത് ഉറപ്പ് പറഞ്ഞില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അധികം ദൂരേക്കൊക്കെ യാത്ര ചെയ്യുന്നില്ല. എന്തായാലും ഞാനതിൻ്റെ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് SIR ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. സർ, ബീഹാറിൽ നിന്ന് വിധി എഴുതുകയാണ്. വിദ്യാസംഘത്തിന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? എന്താണ് ബീഹാറിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ 2-3 തവണ പോകാനും അവിടെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് അവസരം ഉണ്ടായത്. പാർട്ടി സഹാക്കളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഒറ്റയാനെ തുരത്താനായി കുങ്കി ആനകളെ കുതിരാനിൽ എത്തിച്ചു. വിക്രം, ഭരത് എന്നീ ആനകളെയാണ് വയനാട്ടിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ കുതിരാനിൽ എത്തിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലും മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വീടിന്റെ ഇരുമ്പ് തൂണ് തകർത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതേ ആന ഫോറസ്റ്റ് വാച്ചറെ ആക്രമിച്ചിരുന്നു. പിന്നീട് വീണ്ടും ഇറങ്ങിയ ആന ഫോറസ്റ്റ് ജീപ്പും തകർത്തു. നിലവിൽ വാഴാനി വനമേഖലയിലുള്ള ആനയെ കണ്ടെത്തിയാൽ ഉടൻ കാടുകയറ്റാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കും. കാടുകയറ്റൽ നടപടി വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവെടി ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു മാത്രമേ മയക്കുവെടിയിൽ തീരുമാനമുണ്ടാകൂ. വിശ്വസ്തമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകി ഫാമിലി ഹോസ്പിറ്റൽ പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുക എന്നതാണ് ഫാമിലി ഗ്രൂപ്പിന്റെ ലക്ഷ്യം. കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ സഞ്ജയ് MBBSന്റെ സേവനം ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ലഭ്യമായിരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. വാർഡ് മെമ്പർമാരായ ജോജോ പിണ്ടിയാൻ, ജോൺ തുലാപ്പറമ്പിൽ, സാമൂഹ്യപ്രവർത്തകരായ ഫ്രാൻസിസ്, ആന്റണി, കെട്ടിട ഉടമ ജോസ്, മാനേജിംഗ് ഡയറക്ടർമാരായ KK അൻവർ സാദത്ത്, K മുജിബ് റഹ്മാൻ, K മുഹമ്മദ് അർഷദ്, ആമീനിൽ സിദാൻ എന്നിവർ പ്രസംഗിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ്. ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ഹോസ്പിറ്റൽ തുറന്ന് പ്രവർത്തിക്കും. ആതുര സേവന രംഗത്ത് ഏറ്റവും പരിചയസമ്പത്തുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ്. ആധുനിക മിഷനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നനായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്വത്തോടെ മിതമായ നിരക്കിൽ നടത്തപ്പെടുന്നു. ലാബ്, ECG, ഫാർമസി, നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 10 വരെ ലാബ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും 400 രൂപ പാക്കേജിൽ നടത്തപ്പെടുന്നു. ഫാമിലി ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും സേവനം പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഹെൽത്ത് പാക്കേജ് 150 രൂപയ്ക്ക് ചെയ്തു നൽകുന്നു. ഡോക്ടറുടെ പരിശോധന, ECG, പ്രമേഹ ടെസ്റ്റ്, കൊളസ്ട്രോൾ ടെസ്റ്റ്,
കിഡ്നി ക്രിയാറ്റിൻ ടെസ്റ്റ്, ലിവർ ടെസ്റ്റ് എന്നിവ 150 രൂപയുടെ ഈ പാക്കേജിൽ ലഭ്യമാണ്. വരന്തരപ്പള്ളി റോഡിൽ വരാക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ കവാടത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് ഫാമിലി ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ആരോഗ്യരംഗത്ത് കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാർ, ലാബ് ടെക്നീഷ്യന്മാർ, നഴ്സിംഗ് സ്റ്റാഫുകൾ, ഫാർമസിസ്റ്റ് എന്നിവരടങ്ങുന്ന ഒരു ടീം തന്നെ ഫാമിലി ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നു. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അത്യാഹിത ഘട്ടങ്ങളിൽ കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ ആൻഡ്രു ചെമ്മിഞ്ചേരി ഓർമ്മയായി. വേറിട്ട രീതിയിലുള്ള ഒറ്റയാൾ സമരങ്ങളിലൂടെ തന്റെ ചുറ്റുവട്ടത്തെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാനും പരിഹാരമുണ്ടാക്കാനും ശ്രമിച്ച പൊതുപ്രവർത്തകനായിരുന്നു വ്യാഴാഴ്ച അന്തരിച്ച കോടാലി സ്വദേശി ആൻഡ്രു ചെമ്മിഞ്ചേരി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കോടാലിയിലും ചുറ്റുവട്ടത്തുമായുള്ള ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങളിൽ ആൻഡ്രുവിന്റെ ഒറ്റയാൾ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇവയിൽ ഒട്ടുമിക്കതും പിന്നീട് പരിഹരിക്കപ്പെടുകയും ചെയ്തു. 2 പതിറ്റാണ്ട് മുൻപ് കോടാലി ടൗണിലെ കാനകളിലൂടെ ഒഴുകിയെത്തിയിരുന്ന മലിനജലം വെട്ടിക്കൂറപ്പാടത്തെ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയപ്പോൾ മലിനജലം നിറച്ച കുടം തലയിൽ ചുമന്നുകൊണ്ട് ആൻഡ്രു ചെമ്മിഞ്ചേരി മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ഒറ്റയാൾ സമരം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കോടാലി സെന്ററിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളോളം ശുദ്ധജലം പാഴായി പോയപ്പോഴും ഓവുങ്ങൽ ജംഗ്ഷനിൽ റോഡിൽ കുഴികൾ നിറഞ്ഞപ്പോഴും വിഷയം അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ആൻഡ്രു വേറിട്ട രീതിയിൽ ശബ്ദമുയർത്തിയിരുന്നു. കോടാലി കൊടകര പൊതുമരാമത്ത് റോഡിലേക്ക് യാത്രക്കാർക്ക് ഭീഷണിയായ തരത്തിൽ വളർന്നു നിന്നിരുന്ന വൃക്ഷത്തലപ്പുകൾ വെട്ടിനീക്കിയതും ആൻഡ്രു ചെമ്മിഞ്ചേരിയുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു. കോടാലി പഞ്ചായത്ത് മൈതാനത്തേക്കുള്ള റോഡിൽ കുഴികൾ നിറഞ്ഞപ്പോൾ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം 1.5 വർഷം മുൻപ് ആൻഡ്രു ഉന്നയിച്ചിരുന്നു. കോടാലി പൂവാലിത്തോട് പാലത്തിനിടയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും നിരന്തരം ആൻഡ്രു ശബ്ദമുയർത്തി. ഒറ്റയാൾ സമരങ്ങളിലൂടെ ആൻഡ്രു ഉയർത്തിയ ജനകീയ ആവശ്യങ്ങൾ ഒട്ടുമിക്കതും പരിഹരിക്കപ്പെട്ടെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മുരിക്കുങ്ങൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം മാത്രം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇതിനായുള്ള തന്റെ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നത് കാണാൻ കാത്തുനിൽക്കാതെയാണ് ആൻഡ്രു യാത്രയായത്. നേരത്തെ ചെന്നൈയിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ആൻഡ്രു. കോടാലി GLP സ്കൂൾ PTA പ്രസിഡന്റായും പാടശേഖര സമിതി പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആൻഡ്രു ചെമ്മിഞ്ചേരി മറ്റത്തൂർ സെക്കുലർ ഫോറം, കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് എന്നീ സംഘടനകളിലും സജീവമായിരുന്നു. ഹൃദയസംബന്ധമായ രോഗം ബാധിച്ച ആൻഡ്രുവിന്റെ ജീവൻ രക്ഷിക്കാൻ സുഹൃത്തുക്കളും ജനപ്രതിനിധികളും ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ച് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക സമാഹരിച്ചു വരുന്നതിനിടെ തികച്ചും അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചത്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,185 രൂപയും പവന് 89,480 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.